എൻ്റെ പൊന്നു മച്ചാമാരെ, ലാലേട്ടൻ്റെ ഏറ്റവും വലിയ പടം എമ്പുരാൻ 150 കോടി ബഡ്ജറ്റിലാണ് പൃഥ്വിരാജ് സുകുമാരൻ ഈ പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു ലാലേട്ടൻ മാസ് പടമായിരിക്കും എമ്പുരാൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കം വേണ്ട. ലേറ്റസ്റ്റ് ന്യൂസ് വരുന്നത് നമ്മുടെ മമ്മൂക്കയായിരിക്കും ലാലേട്ടൻ്റെ നേരെ എതിരാളിയായിട്ട് വരുന്നത്. അതായത് നമ്മുടെ ഡോൺലിയുടെ ബോസ്. അതായത് ഇത്തവണ ഇക്ക ഫാൻസുകാർ കരയില്ല എന്നർത്ഥം. പക്ഷെ മമ്മൂക്ക വരുന്നത് ടൈലൻഡിലായിരിക്കുമെന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകളെല്ലാം തന്നെ വരുന്നത്. അതായത് ഖുറേഷി എബ്രാഹും മമ്മൂക്കി നമ്മളുടെ ഒരു ഫൈറ്റ് സീക്വൻസ് ഈ പടത്തിന് ടൈലൻഡിൽ വരുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. അതായത് ഈ പടം എമ്പുരാൻ ആശീർവാദ് സിനിമാസും ലൈക്ക പ്രൊഡക്ഷനും തമ്മിലായിരുന്നു ഈ പടം ആദ്യമേ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. ലൈക്ക പ്രൊഡക്ഷൻ എമ്പുരാനിൽ നിന്നും പിന്മാറി എന്നാണ് ഇപ്പോൾ പുതിയ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ പ്രൊഡക്ഷൻ ഹൗസായ ശ്രീ ഗോകുലൻ പ്രൊഡക്ഷൻ ഹൗസും ലാലേട്ടൻ്റെ പ്രൊഡക്ഷൻ ഹൗസായ ആശീർവാദ് സിനിമാസും കൂടിയായിരിക്കും ഈ പടം ഇനി കേരളത്തിൽ ലോകമെമ്പാടും റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ടാവുക. അതായത് മാർച്ച് 27 ലാലേട്ടൻ്റെ കൊല്ലകൊല്ലിയായിട്ടുമാണ് ഇനി വരാൻ പോകുന്നത്. തിയേറ്റർ കത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ഈ കാര്യത്തിൽ നമ്മളെല്ലാവരും എമ്പുരാൻ്റെ ടീസർ ലോഞ്ച് കണ്ടതാണ്. അതായത് ഓരോ സീൻ ബൈ സീന് ഇൻ്റർനാഷണൽ ലെവലിലേക്കാണ് പൃഥ്വിരാജ് എടുത്തു വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ലൂസിഫർ എന്നുള്ള ആദ്യം ഇറങ്ങിയ പടം തന്നെ. അത് തിയേറ്ററിൽ പോയിരുന്ന് കാണുമ്പോൾ കയ്യടിയും ബഹളവും ലാലേട്ടൻ്റെ ഓരോ മാസ് സീനും സ്റ്റണ്ട് സീനും നമ്മൾ കണ്ടിട്ട് നമ്മൾ അന്തം വിട്ടതാണ്. അപ്പോൾ എമ്പുരാൻ്റെ ഒരു കാര്യത്തിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ ഒരു അവസ്ഥ എന്നുള്ള കാര്യം എനിക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ കൂടി പറ്റത്തില്ല. അതായത് പടം ഒരു ഇൻ്റർനാഷണൽ ലെവലിലേക്ക് പോകുന്നത് ലൂസിഫറിൻ്റെ ക്ലൈമാക്സ് സീനിലാണ്. നമ്മളെല്ലാവരും കണ്ട് കൈയടിച്ചൊരു സീനായിരിക്കും ആ സീന്, അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം ലൂസിഫർ 30 കോടിയായിരുന്നു അന്നത്തെ ബഡ്ജറ്റ് ഉണ്ടായിരുന്നത്. ടോട്ടൽ കളക്ട് ചെയ്തത് 180 കോടിയാണ് വേൾഡ് വൈഡ് ഈ പടം കളക്ട് ചെയ്തത്. എമ്പുരാനിലാണെങ്കിൽ 150 കോടി രൂപയ്ക്കാണ് ഈ പടം ബഡ്ജറ്റ് വന്നിരിക്കുന്നത്. ഈ പടം വേൾഡ് വൈഡ് 500 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യുന്നതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന റിപ്പോർട്ട്. എമ്പുരാൻ ഇപ്പോഴേ 100 കോടി ബുക്കിങ്ങിലൂടെ നേടിയെന്നാണ് ഈ പറയാൻ പറ്റിയ റിപ്പോർട്ടുകളെല്ലാം. ഇപ്പോൾ ഏറ്റവും പുതിയ അപ്ഡേഷൻ വന്നത് ആശീർവാദ് സിനിമാസ്, ഗോകുലൻ്റെ പ്രൊഡക്ഷൻ ഹൗസ്, ഇപ്പോൾ ലൈക്ക പ്രൊഡക്ഷൻസ് 3 പ്രൊഡക്ഷൻ കമ്പനിയും കൂടി ആയിരിക്കും ഈ പടം ഇനി റിലീസിന് എത്തിക്കാൻ വേണ്ടി പോകുന്നുണ്ടാവുക. അതായത് ഈ പ്രൊജക്റ്റിന് മുകളിൽ ലൈക്ക പ്രൊഡക്ഷന് ഇപ്പോഴും വിശ്വാസം ഉണ്ട് തന്നെയാണ് അതിന് ഏറ്റവും വലിയ അർത്ഥം. അതായത് എല്ലാ ലാലേട്ടൻ ഫാൻസുകാരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത് എമ്പുരാൻ എന്ന് പറയുന്ന പടത്തിൻ്റെ റിലീസാണ്. കാരണം ഇത്രയും വർഷങ്ങളായിട്ട് ലാലേട്ടൻ എല്ലാ പടവും ഫ്ലോപ്പായിരുന്നു. ഇതൊരു ഒന്നൊന്നര തിരിച്ചുവരവാകുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ഇപ്പോൾ മലയാള ബോക്സ് ഓഫീസ് സിനിമയിൽ ഏറ്റവും വലിയ പടം എന്ന് പറയുന്നത് 2018 നമുക്കെല്ലാവർക്കും അറിയാം. അതായത് ഈ ലാലേട്ടൻ്റെ ഈ തിരിച്ചുവരവോടുകൂടി 2025 ആ ഒരു പദവി, അതായത് 1ാം പദവി ലാലേട്ടൻ തിരിച്ചെടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും വേണ്ട. ഈ പടം 500 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ട് ചെയ്യും. മാർച്ച് 27 വരാൻ പോകുന്നത് ചെകുത്താൻ്റെ തിരിച്ചുവരവായിരിക്കും. എമ്പുരാനിൽ ടോട്ടലായിട്ട് 5 ഫൈറ്റ് സീൻസും 3 ബ്ലാസ്റ്റ് സീൻസും ആയിരിക്കും ഉണ്ടാവുക. അതായത് ലൂസിഫറിൽ സ്റ്റീഫൻ നെടുമ്പള്ളിയാണെന്നുണ്ടെങ്കിൽ എമ്പുരാനിൽ വരാൻ പോകുന്നത് ഖുറേഷി എബ്രാഹാണ്.